ഉണ്ടായിരുന്നു. എന്താ പറയുക, എല്ലാം അഡ്വഞ്ചർ സംഭവമായിരുന്നു. മസ്റ്റ് വാച്ച് ആണ്. എന്താണ് ഹൈലൈറ്റ്? ഹൈലൈറ്റ് അഡ്വഞ്ചർ ആണല്ലേ, ആ ഒരു ട്രക്കിംഗ്, ആ ഒരു ഇതിൻ്റെ ശരിക്കും എൻജോയ് ചെയ്തല്ലേ? എൻജോയ് ചെയ്തു. ഓക്കെ, താങ്ക് യു. നന്നായിട്ടുണ്ട്. പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള പടമാണിത്. നന്നായിട്ടുണ്ട്. യുവതലമുറകൾക്ക് എപ്പോഴും സന്തോഷവും പഠിക്കാനുള്ള ഒരു പടമാണ്. നന്നായിരിക്കുന്നു. താങ്ക് യു. അഭിനയം ആർട്ടിസ്റ്റുകൾ, നല്ല ആർട്ടിസ്റ്റുകൾ, നല്ല നല്ല ഇഷ്ടപ്പെട്ടോ? കണ്ടിട്ട് തോന്നി ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. നല്ലതായിരുന്നു. സൂപ്പർ സിനിമ. നല്ലത്. എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമകളൊക്കെ നല്ലതായിരുന്നു. പിള്ളേരൊക്കെ നല്ലതുപോലെ അഭിനയിച്ചു. പറയേണ്ട കാര്യം പിള്ളേരുടെ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ എടുത്തു കാണിക്കുന്നുണ്ട്. തലമുറയുടെ അതെ. എന്താണ് പടത്തിൽ അടിപൊളിയായിട്ടുള്ളത്? ത്രില്ലർ മൂവി. യൂത്ത് ശരിക്കും ഇഷ്ടപ്പെടുന്നു. പുതിയ പിള്ളേരാണ്, എല്ലാം പുതിയ ആൾക്കാരാണ്. പിന്നെ അൻസീർ, ജാഫർ ഇടുക്കി, അങ്ങനത്തെ എസ്റ്റാബ്ലിഷ് ഉണ്ട്. നന്നായി. ഓക്കെ. ഇഷ്ടപ്പെട്ടു. അഖില നോക്കി അക്കി എന്നുള്ള ക്യാരക്ടർ ഇതിൽ ചെയ്തിട്ടുള്ള എൻ്റെ സ്റ്റുഡൻ്റാണ്, എക് ലാബിലെ സ്റ്റുഡൻ്റാണ്. വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സൊക്കെ തന്നെ നല്ല, അതെ പുതുമുഖങ്ങളുടെ നല്ല പെർഫോമൻസാണ്. സെക്കൻഡ് ഹാഫ് ശരിക്കും തകർത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്ത എഫേർട്ട്, ഞങ്ങളെല്ലാവരും എഫേർട്ട് ആ സ്ക്രീനിൽ വന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. തിയേറ്ററിൽ കാണാൻ പ്രത്യേക ഒരു അനുഭവം തന്നെ. എല്ലാവരും തിയേറ്ററിലേക്ക് വരട്ടെ. അതെ താങ്ക് യു. സിനിമ എന്താണ് പറയുന്നത്? പടം എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. നിങ്ങൾ മാക്സിമം കാണണം. പുതിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് കാണാതിരിക്കില്ല. നിങ്ങൾ കണ്ടാലേ നമുക്ക് ഇനി ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. പ്രതീക്ഷ അത്ര വന്നിരുന്നോ സ്ക്രീനിൽ കാണുമ്പോൾ? പ്രതീക്ഷ എനിക്ക് തോന്നുന്നത്, ഞാൻ വിമർശിക്കുന്ന ആളാണ് സിനിമയെ, പക്ഷേ അങ്ങനെ ക്രൂരമായി വിമർശിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ലാഗില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ പുതിയ ആൾക്കാരാണ്ട് ചെറിയ കുറ്റവും കുറവൊക്കെ കാണും സത്യം പറഞ്ഞാൽ. അപ്പോൾ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം, വിമർശിക്കാതിരിക്കണമെങ്കിൽ വിമർശിക്കാതിരിക്കാം. പക്ഷേ പുതിയ തുടക്കക്കാരെന്നുള്ള രീതിയിൽ സാധനം കൊള്ളാൻ തോന്നണല്ലേ. സ്റ്റോറി ഒരു വെറൈറ്റി സ്റ്റോറിയാണ്. അത് ഒരു വ്യത്യസ്തത എന്തായാലും ഉറപ്പായിട്ടും എടുത്തു പറയാനുള്ള ഒരു വ്യത്യസ്തതയുണ്ട്. പിന്നെ പുതിയ 4 പിള്ളേരാണ് ഇത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലെ മെയിനായിട്ടുള്ള സീനിയർ ആർട്ടിസ്റ്റുകൾ അവരുടെ കഴിവിൻ്റെ മാക്സിമം ഇതിൽ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു കളവനല്ല, പിന്നെ അങ്ങനെ കളവനാക്കണ്ട. ഞാൻ വിഗും വെച്ചിട്ടില്ല, ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. യുവതലമുറ വരാൻ കാരണം എന്തായിരിക്കും? സിനിമയിലേക്ക് വരണം എന്ന് പറയാൻ കാരണം? അല്ല, യുവതലമുറ വേണം. അല്ല, ഈ സൂപ്പർ സ്റ്റാർ പദവി അല്ല, അങ്ങനെ അത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യല്ലേ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. അവർ ചെറുപ്പം സൂക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവരിപ്പോഴും നിൽക്കുന്നത്. ഞാനോ നിങ്ങളോ കൊണ്ട് കൊടുത്ത ഒരു സിംഹാസനത്തിലല്ല അവർ സൂപ്പർ സ്റ്റാറായിട്ടിരിക്കുന്നത്. അവരുടെ പ്രതിഭ കൊണ്ടാണ്. അതുപോലെ ഈ പ്രതിഭകൾ ഉണ്ടായി വരട്ടെ. എല്ലാ കാലത്തും പുതുതലമുറ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് പറയുന്നത്. ഞാനും പുതുതലമുറയുടെ കൂടെ അഭിനയിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പുതുതലമുറയുടെ കൂടെയാണ്. അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളാണ് കാണേണ്ടത്. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. കാരണം നമ്മളെല്ലാവരും ബിഗിനേഴ്സ് തന്നെയാണ്. സോ ആളുകൾ അത് ഏറ്റെടുത്താൽ സന്തോഷം. ഹാപ്പിയാണ്. മൊത്തത്തിൽ ഹാപ്പിയാണ്. എന്തായാലും വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.